നമസ്കാരം, കൽഹാനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി അന്നദാന പ്രസാദമായിട്ട് നമുക്ക് ക്ഷേത്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന മത്തങ്ങ പുളിശ്ശേരി അല്ലെങ്കിൽ മത്തങ്ങ മോരുകറിയുടെ റെസിപ്പിയാണ്. ക്ഷേത്രങ്ങളിൽ നിന്ന് അന്നദാന പ്രസാദം കഴിച്ചിട്ടുള്ളവർക്ക് അറിയാം അവിടുത്തെ കറികളുടെ ഒരു ടേസ്റ്റ്. അപ്പൊ ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഈ കറിക്ക് മെയിൻ ആയിട്ട് വേണ്ടത് മത്തങ്ങയാണ്. ഇത് കണ്ടോ, നമുക്കിവിടെ മത്തങ്ങ മുറിച്ചു വാങ്ങുമ്പോൾ ഇങ്ങനെ ക്ലിങ് ഫിലിം ചുറ്റിയാണ് കിട്ടുന്നത്. കാരണം ഈ മുറിക്കുന്ന ഭാഗം കേടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കടയിൽ നിന്ന് ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പൊ ഞാനിതൊന്ന് ഫിലിമൊക്കെ ഒന്ന് മാറ്റി അതിന്റെ കുരുവൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഞാനിതൊന്ന് നന്നായിട്ട് കഴുകിക്കൊണ്ട് വരാവേ. ഈ ഒരു ചെറിയ കഷ്ണം മാത്രം മതി. ഇത് ഞാൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇതിന്റെ തൊലി മാറ്റാതെയാണ് നമ്മളിപ്പം കഷ്ണങ്ങളായിട്ട് മുറിക്കുന്നത് കേട്ടോ. ഈ ഒരു മോരുകറിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇത് ഉണ്ടാക്കുന്ന രീതിയും വ്യത്യസ്തമാണ്. അപ്പോൾ ഇതിന്റെ ഇൻസ്ട്രക്ഷൻസ് അതുപോലെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന മോരുകറിയുടെ അതേ രുചി കിട്ടില്ല. കാരണം അത് അമ്പലത്തിൽ തന്നെ ഉണ്ടാക്കണം. എന്നാലും അതിന്റെ ഏകദേശ രുചി നിങ്ങൾക്ക് കിട്ടും. ഇത് ഞാൻ ക്ഷേത്രത്തിലെ ദേഹണ്ണക്കാരനോട് ചോദിച്ച് പഠിച്ച ഒരു റെസിപ്പിയാണ്. അമ്പലത്തില് നമ്മൾ കഷ്ണങ്ങൾ വലിയ കഷ്ണങ്ങളായിട്ടാണ് എടുക്കുന്നത്. ഞാനിപ്പോ അത്രയും വലിയ കഷ്ണങ്ങളായിട്ടല്ല മുറിച്ചേക്കുന്നത്, കുറച്ച് ചെറിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചേക്കുന്നത്. അതുപോലെ തന്നെ ഈ മോരുകറിയുടെ അരപ്പിനും വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ മോര് ചേർക്കുന്ന സമയത്തിനാണേലും അരപ്പ് ചേർക്കുന്ന സമയമൊക്കെ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന മോരുകറിയെ കഴിഞ്ഞും ഡിഫറെൻ്റ് ആണ്. അതുപോലെ തന്നെ മോരുകറി തണുത്ത് കഴിഞ്ഞിട്ട് അവസാനം ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം. എന്നാൽ മാത്രമേ ഈ റെസിപ്പി ഫുള്ളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇത്രയും കഷ്ണങ്ങളാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇപ്പോൾ ഇങ്ങനത്തെ നാടൻ കറികളൊക്കെ മൺപാത്രത്തിൽ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. അതുകൊണ്ട് ഞാനൊരു മൺപാത്രത്തിലാണ് ഇതിപ്പോൾ ഉണ്ടാക്കുന്നത്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്. എരിവൊന്നും കൂടുതൽ വേണ്ട, എരിവും പുളിയും ഒന്നും അധികം വേണ്ട ഈ മോരുകറിക്ക്. പിന്നെ കഷ്ണങ്ങൾ വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് നമ്മൾ ഇനി ഇത് അടുപ്പിലേക്ക് വെക്കാൻ പോവാണ്. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് കഷ്ണങ്ങൾ വേവിച്ചെടുക്കാം. ഈ കഷ്ണങ്ങൾ വേകുന്ന സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം. കുറച്ച് നാളികേരം ചിരുകിയതാണ്, അതിൻ്റെ കൂടെ ഒരു പച്ചമുളക് എടുക്കുന്നുണ്ട്. പിന്നെ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ ജീരകമാണ്. അടുത്ത് ചേർത്ത് കൊടുക്കുന്ന ഒരു 1/4 ടീസ്പൂണോളം കടുകാണ്, പച്ച കടുകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് പച്ചടിക്കല്ലേ കടുക് അരയ്ക്കുന്നത്, മോരുകറിക്ക് കടുക് അരയ്ക്കുമോന്ന് സംശയിക്കും. പക്ഷെ ഈ മോരുകറിക്ക് കടുക് വേണം. അത് ഒരുപാട് ആയി പോകാൻ പാടില്ല. ഇത്രയും ക്വാണ്ടിറ്റിക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് എടുത്താൽ മതി. കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള സ്ഥലങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലായിരിക്കും മോരുകറി ഉണ്ടാക്കുന്നത്. ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ മോരുകറിക്ക് ഞങ്ങൾ വെളുത്തുള്ളി ചേർക്കാറില്ല. വെളുത്തുള്ളി ചേർത്ത മോരുകറി ഞാൻ കഴിക്കുന്നത് ഇവിടെ വന്നിട്ട് ചേച്ചിയുടെ കോട്ടയം സ്റ്റൈൽ മോരുകറിയാണ് കേട്ടോ. ഇപ്പൊ ഞാനും ചിലപ്പോഴൊക്കെ അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഓരോ നാട്ടിലും ഓരോ രീതിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ അമ്പലത്തിലെ മോരുകറിക്ക് ഉള്ളിയോ വെളുത്തുള്ളിയോ ഒന്നും തന്നെ ചേർക്കാറില്ല. നമ്മുടെ ഈ മോരുകറിക്ക് ആകെ ചേർക്കുന്ന അരപ്പിൽ അരയ്ക്കുന്നത് ജീരകവും കടുകും പച്ചമുളകുമാണ്. ഉലുവ ചേർക്കുന്നുണ്ട്, ഉലുവ പൊടിയും ചേർക്കുന്നുണ്ട്, ഉലുവയും ചേർക്കുന്നുണ്ട്. അത് എപ്പോഴാണെന്ന് ഞാൻ പിന്നീട് പറയാട്ടോ, അത് ചേർക്കുന്ന സമയത്ത് കാണിക്കാം. ഇപ്പൊ നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അത് വെന്തോന്ന് അറിയാനായിട്ട് ഞാനൊരു കഷ്ണം എടുത്തൊന്ന് ഞെക്കി നോക്കുന്നുണ്ടേ. ഇതേ കണ്ടോ, നമ്മുടെ കഷ്ണം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇനി സ്റ്റൗവിന്റെ ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചിട്ട് ഈ സമയത്ത് നമ്മൾ ആദ്യം മോരാണ് ചേർക്കാൻ പോകുന്നത്. ഈ സമയത്ത് മോര് ഒഴിച്ചു കൊടുക്കുവാണ്. കട്ട തൈര് ഉടച്ച് മോരാക്കിയതാണ്, 1 കപ്പോളം മോരുണ്ട്. അപ്പം അത് ഞാനിങ്ങനെ ഒഴിച്ചു കൊടുത്ത് അതിന്റെ കൂട്ടത്തിൽ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈ ചൂട് പാത്രത്തിലേക്ക് മോര് ഒഴിച്ചു കഴിഞ്ഞാൽ മോര് പിരിഞ്ഞു പോയില്ലേ എന്ന് നിങ്ങൾ സംശയിക്കും. ഇല്ല കേട്ടോ. അപ്പോൾ ഞാനിത് നന്നായിട്ട് കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കുവാണ്. നിങ്ങളുടെ പാത്രത്തിന് നല്ല ചൂടാണെങ്കിൽ ഈ മോര് ഒഴിക്കുന്നതിന് മുമ്പ് അതൊന്ന് ഫ്ലെയിം നിർത്തി കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. അല്ലെങ്കിൽ നന്നായിട്ട് ഫ്ലെയിം കുറച്ച് വെക്കുക. നന്നായിട്ട് മോര് ഒന്ന് മിക്സായി ചൂടായി കഴിയുമ്പോൾ ആ സമയത്ത് നമ്മൾ അരച്ചു വെച്ചിരുന്ന അരപ്പ്, തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കുവാണ്. ഈ അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഈ കറി തിളയ്ക്കാൻ പാടില്ല.
ചെറുതായിട്ട് ചൂടാകാനേ പാടുള്ളൂ. ഇതിന്റെ അരപ്പിന്റെ ഒരു പച്ച ചൊവയും കൂടെ ഈ കറിക്ക് വരുമ്പോഴാണ് ഈ കറിയുടെ ഒരു ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മോര് ചേർത്ത് കഴിഞ്ഞിട്ട് ഈ തേങ്ങയുടെ അരപ്പ് ചേർക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് തോന്നും ഈ മോരുകറിക്ക് കളറില്ല, കുറച്ചുകൂടെ മഞ്ഞൾപ്പൊടി വേണമായിരുന്നോ എന്ന്. ആവശ്യമില്ല കേട്ടോ. അത് കുറച്ച് സമയം ഇരുന്ന് കഴിയുമ്പോൾ നല്ല മഞ്ഞ കളർ ആയിക്കോളും. അതുപോലെ തന്നെ തിക്കായിട്ടുള്ള ഒരു മോരുകറി അല്ല ഇത്, കുറച്ച് ലൂസ് ആയിട്ടുള്ള മോരുകറിയാണ്. ഈ സമയത്ത് കുറച്ചും കൂടെ ഉപ്പ് ചേർക്കുന്നുണ്ട്. നമ്മൾ ചേർത്ത മോരിനും അരപ്പിനും ആവശ്യത്തിനുള്ള ഉപ്പാണ്. ഇപ്പൊ ചെറുതായിട്ട് ഇത് ചൂടാകാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഒരു പിടി കറിവേപ്പില ചേർക്കുന്നുണ്ട്. കറിവേപ്പില ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കുവാണ്. ഇനി നമുക്ക് ഒരു താളിപ്പ് ഉണ്ടാകണം. താളിപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് കറി തണുത്ത് കഴിയുമ്പം വീണ്ടും ഒരു ഇൻഗ്രീഡിയന്റ് കൂടെ ചേർക്കാനുണ്ട്. താളിപ്പിനായിട്ട് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത്, മുഴുവൻ ഉലുവ. അതുപോലെ 1/2 ടീസ്പൂൺ കടുകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂട്ടത്തിൽ 3 വറ്റൽമുളകും ചേർക്കുന്നുണ്ട്. ഈ സമയത്ത് ഇനിയും കറിവേപ്പിലയുടെ ആവശ്യമില്ല, നമ്മൾ ഓൾറെഡി കറിവേപ്പില ചേർത്തതായിരുന്നു. എന്നിട്ട് ചൂടോടുകൂടി തന്നെ ഈ താളിപ്പ് നമ്മുടെ മോരുകറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. ഇനി ഇരിക്കട്ടെ. നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ ഒരു ഇൻഗ്രീഡിയന്റ് കൂടെ ചേർക്കുന്നുണ്ട്. അതും കൂടെ ആയി കഴിയുമ്പോഴാണ് നമ്മുടെ ഈ മോരുകറിയുടെ ശരിക്കുള്ള ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റുന്നത്. ഇപ്പൊ നമ്മുടെ മോരുകറി നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ആ സമയത്ത് ഒരു 1/4 ടീസ്പൂണോളം ഉലുവാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് ഉലുവാപ്പൊടി ചേർക്കാവുള്ളൂ. എന്നാൽ മാത്രമേ അതിന്റെ ശരിക്കുള്ള ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നത്. ഇത് ഏറ്റവും അവസാനം കറി തണുത്തതിന് ശേഷം മാത്രം ചേർക്കുക എന്ന്. ഗുരുവായൂർ ക്ഷേത്രത്തിലെയും മറ്റുള്ള ക്ഷേത്രങ്ങളിലെയൊക്കെ അന്നദാന പ്രസാദം കഴിച്ചിട്ടുള്ളവർക്കറിയാം അതിന്റെ ടേസ്റ്റ്. ചൂട് ചോറിലേക്ക് ഇങ്ങനെ കുറച്ച് മോരുകറിയും ഒരു പപ്പടവും കുറച്ച് അച്ചാറും മാത്രം മതി കേട്ടോ ചോറ് കഴിക്കാൻ. വേറെ കറികളൊന്നും വേണ്ട. നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ ഞാൻ ഇച്ചിരി കഴിക്കാൻ പോവാണേ. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ.